ഇൻഎഫിഷ്യൻസി ഉള്ള ഒരു ഗവൺമെൻറ് അടുത്ത കാലത്ത് രാഷ്ട്രീയം പറയുകയാണെന്ന് വെച്ചാൽ രാഷ്ട്രീയം പറയണമെന്ന് വെച്ചോ. ഞാൻ ഇപ്പോൾ ജോസഫ് സി മാത്യു ദ മോസ്റ്റ് ഇൻഎഫിഷ്യൻറ്റ് ടീം കേരള ഹാസ് എവർ സീൻ. അതാണ്. ഒരു ഉത്തരവാദിത്വമില്ല ആർക്കും. ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ പറഞ്ഞു 9 യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറില്ല. ഏത് കാലത്താണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്? അങ്ങനെ 66 ഗവൺമെൻറ് കോളേജിൽ പ്രിൻസിപ്പൽമാരില്ല. പിള്ളേരെല്ലാം പോവുകയാണ്. മാഡം പറഞ്ഞില്ലേ എയ്ഡഡ് കോളേജൊക്കെ ഓക്കെയാണെന്ന്. എവിടെ? നമ്മൾ പഠിക്കുന്ന സമയത്ത് കെമിസ്ട്രിക്കും ഫിസിക്സിനും ഒക്കെ അഡ്മിഷൻ കിട്ടാൻ എന്ത് പാടായിരുന്നു. 90%, 95% ഉണ്ടെങ്കിൽ കെമിസ്ട്രിയും ഫിസിക്സും കിട്ടുള്ളൂ. എല്ലാ സീറ്റും വേക്കൻ്റാണ്. മേജർ കോളേജുകൾ അറിയപ്പെടുന്ന കേരളത്തിലെ ഓട്ടോണമസ് കോളേജുകളുണ്ട്, വലിയ പേരെടുത്ത കോളേജുകളിൽ സീറ്റ് വേക്കൻ്റായി കിടക്കുക. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ എല്ലാ സീറ്റ് വേക്കൻ്റായി കിടക്കുകയാണ്. കുട്ടികൾ പോവുകയാണ് പുറത്തേക്ക്. കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ കാരണം എന്താണ്? സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കി നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മാറ്റണ്ടേ? അതിന് പകരം വ്യാജ ഡിഗ്രി കൊടുത്തുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരാളിരിക്കുന്നു, ഡോക്ടറേറ്റ്. ബാംഗ്ലൂർ ആരോ ഒരു തീസിസ് കൊടുത്തത് അതുപോലെ തന്നെ കോപ്പി അടിച്ചു വെച്ചത്. അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമർ മിസ്റ്റേക്കും കൂടി ഉണ്ട് ഈ തീസിസ്. അതുപോലും മാറ്റിയില്ല. എന്നിട്ട് ആളവിടെ ഇരിക്കുക. മാതൃക. ഡിഗ്രി പാസ്സാവാതെ, ബികോം പാസ്സാവാതെ, എറണാകുളത്ത് ബികോം പാസ്സാവാതെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എംകോമിന് ചേർന്നു. കായംകുളത്ത് ഏരിയ സെക്രട്ടറി SFI. പോലീസ് പിടിച്ചപ്പോൾ ഭയങ്കര വിറ്റായിരുന്നു. ശരിക്കും ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ 2 ലക്ഷം രൂപ കൊടുത്ത് ഈ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്തത്. എറണാകുളത്തെ ഏജൻസിക്കാരൻ ഏരിയ പ്രസിഡന്റാണ് ഏരിയ സെക്രട്ടറിക്ക് സംഘടിപ്പിച്ചു കൊടുത്തത്. ഏരിയ പ്രസിഡന്റ് പറഞ്ഞു ഞാൻ ശരിക്കും ഇത് ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ടാണ് എറണാകുളത്തെ ഏജൻസിയിൽ നിന്ന് മേടിച്ചു കൊടുത്തത്. എറണാകുളത്തെ ഏജൻസിയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഏജൻസിക്കാരൻ പറഞ്ഞത് ഏരിയ പ്രസിഡന്റ് 2 ലക്ഷം രൂപ ഏരിയ സെക്രട്ടറിയിൽ നിന്ന് മേടിച്ചു. അവൻ എനിക്ക് 1.20 തന്നില്ല, 80 അവൻ അടിച്ചു. ഹയർ എഡ്യൂക്കേഷനാണ് കേരളത്തിലെ. എവിടെ കിട്ടും വ്യാജ ഡിഗ്രി എന്ന തലയിൽ? അതിൻ്റെ നിലവാരം കംപ്ലീറ്റ് ആയിട്ട് പോയി. യൂണിവേഴ്സിറ്റികൾക്കൊന്നും പൈസ കൊടുക്കുന്നില്ല ഗവൺമെൻറ്. യൂണിവേഴ്സിറ്റികൾക്ക് ഇൻകം ജനറേറ്റിംഗ് ആയിരുന്നു അവരെങ്ങനെ ഈ പ്രൈവറ്റ് രജിസ്ട്രേഷനും മറ്റുമൊക്കെ. അപ്പോൾ വേറെ യൂണിവേഴ്സിറ്റി, ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ വരുമാനം കംപ്ലീറ്റ് അങ്ങോട്ട് പോയി. ലോക്കൽ ബോഡികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. വികസന പ്രവർത്തനങ്ങൾ നിൽക്കുന്നില്ല. ഈ 5 പൈസ ഇല്ലാത്ത സമയത്താണ് കേരളയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത്. 2 ലക്ഷം കോടി രൂപ ചിലവാക്കി. സമ്മതിക്കണ്ടേ? തൊലിക്കെട്ടി എന്ന് പറഞ്ഞു. ഒരു DPR ഇല്ല, ഒരു ഇക്കണോമിക് ഫിനാൻഷ്യൽ സ്ക്രൂട്ടിനി നടന്നിട്ടില്ല. ഒരു കാര്യമില്ലാതെ പറയാം. അതിൻ്റെ പുറകെ പോവാണ്, അതിൻ്റെ പുറകെ നടക്കണം. ഒരു നയാ പൈസ. എന്നിട്ട് കേരളീയം നവകേരള സദസ്സ് അത് മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ട് ഞാൻ ചിരിച്ചുപോയി. അതായത് എന്തിനാ കേരളീയം നടത്തണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഈ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും മദ്രാസിൽ നിന്നൊക്കെ വന്ന ആളുകൾ കേരളത്തിൽ വന്ന് കണ്ടിട്ട് പുറത്തു പോയി കേരളത്തെ പറ്റി നല്ലത് പറയണം. അവർ വന്നപ്പോൾ തുലാവർഷമായിരുന്നു. ഒടുക്കത്തെ മഴയാണ്. 100 റോഡ് ഇവിടെ തിരുവനന്തപുരത്ത് കേടായി കിടക്കുകയാണ്. എന്ത് വന്നിട്ട് നല്ലത് പറഞ്ഞിട്ട് പോകാനാണ് കേരളത്തെ പറ്റി? കേരളത്തെ പറ്റി നല്ലത് പറയാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാത്ത കാലത്ത് ഈ ഇത് നിങ്ങൾക്ക് ഈ ഇത് പറഞ്ഞില്ലല്ലോ, റവന്യൂവിനെ പറ്റി പറഞ്ഞില്ലല്ലോ. റവന്യൂ എന്താ ഇല്ലാത്തത്? വാറ്റിൽ നിന്ന് GSTയിലേക്ക് മാറി അല്ലേ? GST ഈസ് ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് സിസ്റ്റമാണ്. വാറ്റിൽ നിന്നും വ്യത്യസ്തം. മറ്റത് ഒറിജിനൽ പോയിന്റിലാണ് ടാക്സ്, ഇത് എൻ പോയിന്റിലാണ് ടാക്സ്. വി ഹാവ് ബീൻ ഡിമാൻഡിങ് ഫോർ ദ ലാസ്റ്റ് 5 years ഫോർ എ റീസ്ട്രക്ചർ ഇൻ ദ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം. ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ 90% സ്റ്റേറ്റും ചെയ്തു, കേരളം ചെയ്തിട്ടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക, കേരളത്തിൽ GST വകുപ്പിൽ 1000 പേര് ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കുക. ചുമ്മാ ഞാൻ പറഞ്ഞത് ഉടനെന്ന് ചോദിച്ചോ, 1000 പേര് ഒരു പണിയില്ല. ഇപ്പോൾ കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് വെട്ടിപ്പുകാരുടെ പർദീസയാണ്. നോ ചെക്ക് പോസ്റ്റ്, നോ ക്യാമറ, നോ ഇൻ്റലിജൻസ്, നത്തിങ്. ആർക്കും B2 ബിസിനസ് ചെയ്യാം. അതായത് അവിടെ നിന്ന് സാധനം മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കടയിൽ കച്ചവടം നടത്താം ടാക്സ് കൊടുക്കാതെ. B2C ചെയ്യുക എന്ന് വെച്ചാൽ ഞാനൊരു 5000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കുക, അതിൻ്റെ ടൈൽസ് മുഴുവൻ ഞാൻ കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എനിക്ക് വീട് ടാക്സ് കൊടുക്കണ്ട. ടാക്സ് വെട്ടിപ്പാണ് കേരളം മുഴുവൻ. നിങ്ങൾ ഗോൾഡ്, മാഡം അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിരിക്കുന്ന ഐ തിങ്ക് 25 years ബാക്ക് എന്തായിരുന്നു ഗോൾഡിൻ്റെ വില? ഒരു ഗ്രാമിന് 500 രൂപ, 4000 രൂപ അല്ലേ ഒരു പവന്. ഇപ്പം എത്രയാണ് ഒരു പവന് വില? 50,000 രൂപ. തെറ്റാണ് ഞാൻ പറയണത്. സ്ത്രീകളാണ് സ്വർണം മേടിക്കുന്നത്. പിന്നെ അതിൻ്റെ പണിക്കൂലിയൊക്കെ വരും 50,000. അപ്പോൾ 12 ഇരട്ടി കൂടുതൽ വർദ്ധിച്ചല്ലോ. 12-13 ഇരട്ടി വില വർദ്ധിച്ചല്ലോ.
അത്രയും ടാക്സിൻ്റെ ഇൻക്രീസ് വേണ്ടേ? 25 കൊല്ലം മുമ്പ് കിട്ടിയിരുന്ന ടാക്സ് തന്നെ ഇപ്പോഴും കിട്ടി സ്വർണ്ണത്തിൽ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം വയ്ക്കുന്ന സ്ഥലമാണ് കേരളം. ഏറ്റവും കൂടുതൽ സ്വർണം വയ്ക്കുന്ന സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് സ്വർണം വരുന്ന സ്ഥലമാണ് ഇവിടെ. ഈ സ്വർണത്തിൽ നിന്ന് മാഡം പറഞ്ഞത് 18,000 കോടിയാണ് വരെ ആകാം. അതിൽ നിന്നുള്ള വരുമാനം അത് പോട്ടെ, ഒരു 5,000 കോടി രൂപ കിട്ടുന്നുണ്ട് മിനിമം. ആര് നോക്കുന്നു? എവിടെ നോക്കുന്നു? എന്ത് നോക്കുന്നു? എന്ത് ഈസി ആയിട്ട് ഒരു ഇന്റലിജൻസ് സംവിധാനം ഉണ്ടായാൽ ഈ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നത് പിടിക്കാം. ഇപ്പം എന്താ പരിപാടി? ഇപ്പം എല്ലാവരും ആഭരണം ഉണ്ടാക്കുകയാണ്. ഓരോ വീടെടുത്തിട്ട് ആഭരണം ഉണ്ടാക്കുകയാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ കല്യാണം നടത്താൻ തീരുമാനിച്ചാൽ ഒരു ബ്രീഫ് കേസൊക്കെ ഇട്ട് വരുവാണ്. 100 പവൻ 100 പവനാണെങ്കിൽ 100 പവൻ നല്ല ഗോൾഡാണ്, ഒരു കുഴപ്പമില്ല. ജ്വല്ലറിയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ല ഗോൾഡൊക്കെയാണ്. ടാക്സ് കൊടുക്കേണ്ട ആളിന് മേടിക്കുകയാണ്. നേരിട്ടാണ് നടക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം നടക്കുക. എന്താ GST വകുപ്പിൻ്റെ ജോലി എന്താ? എന്നിട്ട് ഇപ്പോൾ പറയും എന്താണ് വേറൊരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നല്ല. അല്ല നീ ആൻറ്റി പ്രോഫിറ്റ് ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു പാസ് ഉണ്ടല്ലോ. ഇ-വേ ബില്ല്. സോറി, എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. ഇ-വേ ബില്ല്. സ്വർണത്തിന് എന്നിട്ട് ഇ-വേ ബില്ല്? സ്വർണ്ണം എങ്ങനെ കൊണ്ടുവരുന്നത്? ചാക്കി കിട്ടിയാണ് കൊണ്ടുവന്നത്. സ്വർണം കൊണ്ടുവരുന്നതൊക്കെ വളരെ ബാഗിലും വളരെ സെറ്റ്. ഇ-വേ ബില്ല് വലിയ ലോഡ് ലോറിയിലൊക്കെ വരുമ്പോഴാണ് ഇ-വേ ബില്ലിൻ്റെ കാര്യം അല്ലേ? ഇ-വേ ബില്ല്, സ്വർണത്തിന് ഇ-വേ ബില്ല് വെച്ചിട്ട് ഏതെങ്കിലും സ്വർണം പിടിച്ചു? സ്വർണം ഇപ്പോൾ പിടിക്കുന്നത് എങ്ങനെ? ആരെങ്കിലും ഒറ്റി കൊടുക്കും. യുവമാർ തമ്മിൽ അടിയൊക്കെ ഉണ്ടാകുമ്പോൾ. ഇപ്പോൾ സ്വർണം കള്ളക്കടത്ത് മാത്രമല്ല, സ്വർണം കള്ളക്കടത്ത് നടത്തുന്നവൻ്റെ ആ സ്വർണം അടിച്ചു വേറെ ബിസിനസ് കൂടി കേരളത്തിൽ തുടങ്ങിയിരിക്കുകയാണ്. ഒരു ക്രൈം ആക്ടിവിറ്റി കൂടി.